ഹലോ മക്കളെ, ജെയ് മക്കൾക്കുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷനുമായിട്ടാണ് വന്നിട്ടുള്ളത്. സർ എന്താണ് കാര്യം എന്നല്ലേ, ജെയ് മെയിൻസ് എക്സാം എഴുതിക്കൊണ്ട് മികച്ച രീതിയിൽ മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് മക്കൾ ഒരുപാട് ആൾക്കാർ ജെയ് അഡ്വാൻസ്ഡ് എക്സാമിനുള്ള കോഡിഫിക്കേഷൻ നേടിയിട്ടുണ്ടായിരുന്നു അല്ലേ. അറൗണ്ട് ഒ ബി സിയുടെ കേസിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒ ബി സിയിൽ തന്നെ 67,000 ആൾക്കാർ അറൗണ്ട് 79.6 to 93.2 എന്ന് പറയുന്ന റേഞ്ചിലേക്ക് എത്തിയിട്ട് ആ കട്ട് ഓഫ് ക്ലിയർ ആക്കിയ ആൾക്കാരുണ്ട് അല്ലേ. മൊത്തത്തിൽ അറൗണ്ട് 2 ലക്ഷത്തോളം ആൾക്കാർ ജെയ് അഡ്വാൻസ്ഡ് എഴുതാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കുകയാണ്. മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണതെന്ന് പറയുന്നത്. ജെയ് അഡ്വാൻസ്ഡ് എക്സാമിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ജെയ് എക്സാമിൻ്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏപ്രിൽ 27 തൊട്ടിട്ട് മെയ് 7 വരെ ആയിരിക്കും, മെയ് 7 വരെ ആയിരിക്കും മക്കൾക്ക് ഇത് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത്. JEADV.ac.in ജെയ് അഡ്വാൻസ്ഡ് .ac.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറിയിട്ടാണ് മക്കൾ ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നുമില്ല, നിങ്ങൾ SLC +2 പിന്നെ കാറ്റഗറി വൈസ് ഉണ്ടെങ്കിൽ ആ കാറ്റഗറി സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്താൽ മതിയാവും കേട്ടോ. ആ രീതിയിലാണ് മക്കൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ശ്രദ്ധിക്കേണ്ടത് ലാസ്റ്റ് ഡേറ്റ് ഫോർ ഫീ പേയ്മെൻറ്റ്, ഫീ അടക്കാനുള്ള അവസാനത്തെ ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 10 അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മെയ് 10 ആണ് ലാസ്റ്റ് ഡേറ്റ് ഫോർ ഫീ പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ആ ഡേറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ അഡ്മിറ്റ് കാർഡ് അവൈലബിൾ ആകുന്ന ഡൗൺലോഡിങ്ങിന് വേണ്ടിയിട്ട് അഡ്മിറ്റ് കാർഡ് അവൈലബിൾ ആകുന്ന ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 17 മുതൽ മെയ് 26 എന്ന് പറയുന്ന ഡേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്ക്രൈബ് കാര്യങ്ങളൊക്കെ എഴുതുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതിൻ്റെ ഡേറ്റ് ഒന്ന് ശ്രദ്ധിച്ച് വെച്ചേക്കുക. മെയ് 25 സാറ്റർഡേ ആണ് അതിലുള്ള ഡേറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. സ്ക്രൈബ് ആ രീതിയിലൊക്കെ എക്സാം എഴുതുന്ന ആൾക്കാരുണ്ടെങ്കിൽ കേട്ടോ ആ ഡേറ്റ് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ച് വെക്കുക. പിന്നെ ജെയ് അഡ്വാൻസ്ഡ് എക്സാമിനേഷൻ നടക്കാൻ പോകുന്ന ഡേറ്റ് എന്നാ അല്ലേ, അതാണ് നമ്മുടെ ഡ്രീം എന്ന് പറയുന്ന സാധനം. അപ്പോൾ മെയ് 26 സൺഡേ ആയിരിക്കും എക്സാം നടക്കുന്നുണ്ടാവുക. പേപ്പർ 1, 2 എന്ന് പറയുന്ന രീതിയിലാണ് നടക്കുന്നുണ്ടാവുക. പേപ്പർ 1 നോക്കുന്ന സമയത്ത് സർ 9 മണിക്കായിരിക്കും പേപ്പർ 1 എക്സാം നടക്കുന്നുണ്ടാവുക. പേപ്പർ 2 നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2:30 പേപ്പർ 2 എക്സാം നടക്കുന്നുണ്ടാവുക. ആ ഡേറ്റും സമയം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ ജെയ് എക്സാമിൻ്റെ ബാക്കിയുള്ള റെസ്പോൺസസിൻ്റെ മറ്റു ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മക്കൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഓൺലൈൻ ഡിക്ലറേഷൻ ഓഫ് ഫൈനൽ ആൻസർ കീ. സർ ആൻസർ കീ എപ്പോൾ വരും, അതല്ലേ അടുത്ത ചോദ്യം. ആൻസർ കീ വരുന്ന ഡേറ്റ് എന്ന് പറയുന്നത് സൺഡേ ജൂൺ 9 എന്ന് പറയുന്ന ഡേറ്റ് ആണ്. ആ ഡേറ്റും പ്രത്യേകം ഓർമ്മയിൽ ഉണ്ടാവണം, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി കുറേ മക്കളുടെ അടുത്ത സംശയം ഇതാണ്, സർ ഞാൻ ജെയ് മെയിൻസ് എഴുതുന്നുണ്ട്, അഡ്വാൻസ്ഡ് എഴുതുന്നുണ്ട്, പക്ഷേ എൻ്റെ ഡ്രീം എന്ന് പറയുന്നത് IIT പോയിട്ട് ആർക്കിടെക്ചർ ആവുക എന്നുള്ളതാണ്. അങ്ങനെ ഡ്രീം ചെയ്യുന്ന മക്കളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ് അടുത്തായിട്ട് പറയാനുള്ളത്. ഇത്തരത്തിൽ ഒരു ആർക്കിടെക്ചർ ആവണം, IIT പോയിട്ട് ആർക്കിടെക്ചർ കോഴ്സിൽ പഠിക്കണം എന്ന് ആഗ്രഹമുള്ള മക്കൾ ചെയ്യേണ്ടത് ജെയ് മെയിൻസ് അഡ്വാൻസ്ഡ് ക്ലിയർ ആക്കുന്നു. അതിന് ശേഷം IIT തന്നെ നടത്തുന്ന ആർക്കിടെക്ചർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റിന് വേണ്ടിയിട്ട് മക്കൾ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ആ ടെസ്റ്റിന് ഉള്ള ഡേറ്റ് രജിസ്റ്റർ ചെയ്യാനുള്ള ഡേറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് എന്നാണ് ജൂൺ 9, 2024 മുതൽ ജൂൺ 10, 2024 വരെ. ആ കുറഞ്ഞ സമയമാണുള്ളത്. പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷൻ മക്കൾ കംപ്ലീറ്റ് ചെയ്യണം, വിത്തിൻ ഡേറ്റ് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ ജോസ ത്രൂ അല്ലേ, അതായത് NIT-കളിലും IIT-കളിലൊക്കെ നമ്മുടെ സീറ്റ് അലോക്കേഷൻ ആ ഒരു പ്രോസസ് ത്രൂ ആണ് നടക്കുന്നത്, മക്കൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ജെയ് മെയിൻസിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ സീറ്റ് അലോക്കേഷനും അതേപോലെ തന്നെ ജെയ് അഡ്വാൻസിൻ്റെ അടിസ്ഥാനത്തിൽ IIT-കൾക്കുള്ള സീറ്റ് അലോക്കേഷനും ജെയ് മെയിൻസിൻ്റെ അടിസ്ഥാനത്തിൽ NIT-കളിലേക്കും ജെയ് അഡ്വാൻസിൻ്റെ അടിസ്ഥാനത്തിൽ IIT-കളിലേക്കുള്ള സീറ്റ് അലോക്കേഷൻ നടക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 10 തിങ്കളാഴ്ച ആയിരിക്കും എന്നുള്ള ഡേറ്റ്. ആ ഒരു ഒഫീഷ്യൽ ഡേറ്റും മക്കൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് വെച്ചേക്കുക. പിന്നെ അതേപോലെ തന്നെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നമ്മുടെ രജിസ്ട്രേഷൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളൂ. ആ ടെസ്റ്റ് നടക്കാൻ പോകുന്ന ഡേറ്റ് ജൂൺ 12 ആ ടെസ്റ്റ് നടക്കുന്നുണ്ടാവും, ഒഫീഷ്യലി ടെസ്റ്റ് നടക്കുന്നുണ്ടാവുക. പിന്നെ അതേപോലെ തന്നെ AAT എക്സാമിൻ്റെ നമ്മുടെ ഈ ആർക്കിടെക്ചർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എക്സാമിൻ്റെ റിസൾട്ട് വരുന്ന ഡേറ്റ് എന്ന് പറയുന്നത് അത് ജൂൺ 15. ഇത്രയും ഡേറ്റ്സ് മക്കളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ പറഞ്ഞ ഡേറ്റ്സ് എല്ലാം ഓർമ്മയിലുണ്ടെന്ന് വിചാരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ജെയ് അഡ്വാൻസ്ഡ് ക്വാളിഫൈഡ് ആയിട്ടുള്ള മക്കൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക, ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ ഇറ്റ്സ് മീ മഹ്റൂഫ്, ബൈ ബൈ.